ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഞ്ചാബ് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം, നമ്മൾ ഡൽഹിയിൽ നിന്നും മണാലിയിലേക്ക് ബൈ റോഡ് പോയിട്ടുണ്ടായിരുന്നു, ഹിമാചൽ പ്രദേശ്. അപ്പോൾ തിരിച്ച് വരുന്ന വഴി നമ്മൾ പഞ്ചാബ് ഗോൾഡൻ ടെമ്പിളിൽ കയറുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ഹിമാചലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയൊക്കെ ആയിരുന്നു. വലിയ ടേസ്റ്റ് ഒന്നും പറയാനില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പഞ്ചാബ് കയറിയപ്പോൾ തൊട്ട് നല്ല പച്ചപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അവിടെ. അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. രണ്ട് സൈഡിലും നല്ല പച്ചപ്പ് നിറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് തോന്നുന്നു പഞ്ചാബ് മിക്ക ഇടങ്ങളിലും എനിക്ക് തോന്നുന്നു രണ്ട് സൈഡിലും കൃഷിയായിരുന്നു കൂടുതലും. പിന്നെ നമ്മൾ ഹിമാചലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഈവനിങ് ഗോൾഡൻ ടെമ്പിളിൽ കയറണമെന്നായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ആഗ്രഹം. കാരണം നമുക്ക് അവിടെ പോയവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈവനിങ്ങിൽ തന്നെ അവിടെ കയറാൻ നോക്കണേ, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അതനുസരിച്ചായിരുന്നു വന്നിരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈവനിങ്ങിൽ തന്നെ കയറാൻ പറ്റി. അപ്പം നമ്മൾ ഏകദേശം ഗോൾഡൻ ടെമ്പിൾ അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ വാതിലാണ് കേട്ടോ. അപ്പോൾ മെയിൻ റോഡിൻ്റെ അവിടുന്ന് തന്നെ ഒരു മെയിൻ വാതിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് കയറി. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. ആ അമ്പലത്തിലേക്ക് പോകുന്നതിന് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് കയറി ഇറങ്ങി. അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദൂരം ഓടിയതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളോട്ടാണ് കയറുന്നത് കേട്ടോ. അവിടെ ഒരു കഷ്ടിച്ച് ഒരു കാറ് പോകാനുള്ള ഒരു റോഡ് മാത്രമാണ് ഈ ടെമ്പിളിൻ്റെ അടുക്ക വരെ ചെല്ലുന്നിടം വരെയും ഉള്ള ഒരു വഴി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇറങ്ങി അമ്പലത്തിലേക്ക് പോവുക. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ഒരു തുണി തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ഷോളായാലും നമ്മൾ തലമുടി മറച്ച് വേണം ഈ ടെമ്പിളിനകത്തേക്ക് കയറാൻ. അപ്പം നമ്മുടെ കയ്യിൽ ഷോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് തന്നെ ഒരു ഇതേപോലെ തുണികൾ വിൽക്കാൻ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിച്ച് തലയിലൊക്കെ കെട്ടി എല്ലാവരും കൂടി അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ കുറച്ച് ദൂരം ഉള്ളിലോട്ട് നടന്ന് കയറാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം രണ്ട് സൈഡിലും കച്ചവടങ്ങളാണ്. അതായത് നമ്മൾ ഡ്രസ്സുകൾ, അതിൽ സെക്ടറുകൾ, ബെഡ്ഷീറ്റ്, ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവിടെ കച്ചവടം നടത്തുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദൂരം നമ്മൾ നടന്ന് കയറുമ്പോൾ നമുക്ക് ദൂരെ നിന്നേ കാണാൻ പറ്റും. ആ ടെമ്പിളിൻ്റെ ഒരു ലൈറ്റ് സെറ്റിങ്ങും മറ്റും ഒക്കെ നമുക്ക് ദൂരെ നിന്നേ തന്നെ കാണാനായിട്ട് പറ്റും. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ടെമ്പിളിലോട്ട് പോകുന്നവർ മാത്രമായിരുന്നില്ല, ആ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നമുക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു, കാരണം ആ ജനത്തിരക്കുണ്ടായതുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട്. പിന്നെ രണ്ട് സൈഡും കണ്ടുപോകാനുള്ള കാഴ്ചകളും ഉണ്ടായിരുന്നു. കാരണം ഡ്രസ്സുകളും ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പയ്യെ നോക്കിയൊക്കെ പോകാനുള്ള ഒരു ഇതുണ്ട്. നല്ല വൃത്തിയായിരുന്നു കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നല്ല വൃത്തിയായിരുന്നു, നല്ല ക്ലീനായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അതിപ്പോൾ ടെമ്പിളിനകത്തായാലും ശരി തന്നെ പുറത്തായാലും ശരി തന്നെ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. എൻ്റെ സൗണ്ടിനൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. പനി ആയതുകൊണ്ട് ആകെ സൗണ്ടില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ, അതായത് നമ്മൾ കുറച്ച് ദൂരം നടന്ന് മാർക്കറ്റിൽ കൂടി നടന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇത് അവിടെ കാണാൻ പറ്റും, വൈറ്റ് നേരെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ടെമ്പിളിൻ്റെത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് എല്ലാവരും പറഞ്ഞത്, നിങ്ങൾ ഈവനിങ്ങിൽ തന്നെ ഗോൾഡൻ ടെമ്പിളിൽ കയറാൻ നോക്കണം, എന്നാലേ ആ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും, അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈവനിങ്ങിൽ കയറുന്ന രീതിയിൽ ഹിമാചലിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ടെമ്പിളിനകത്തോട്ട് കയറാൻ പോകട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ലൈറ്റിൻ്റെ ഒക്കെ. നമ്മളിപ്പോൾ ഈ ഫോണിൽ കൂടെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെയല്ല, നമ്മൾ അടുത്തത് ആസ്വദിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്ത് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെരുപ്പുകൾ ഊരി ഇവിടെ വെക്കാനൊക്കെ സ്ഥലമുണ്ട്, അവിടെ കൊടുക്കണം കേട്ടോ. പൈസയൊന്നുമില്ല, നമ്മൾ ചെരുപ്പ് കൊടുത്താൽ മതി, പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടോട്ട് അമ്പലത്തിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ തണുപ്പായതുകൊണ്ട് തന്നെ തണുക്കാതിരിക്കാൻ ഈ ചാക്കിൻ്റെ ചവിട്ടി പോലൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തിയുമായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ജനത്തിരക്ക് ആ ടെമ്പിളിലുണ്ട്. പക്ഷെ അത് ഒരു വേസ്റ്റ് പോലും ആൾക്കാർ അവിടെ ഇടുകയോ അല്ലെങ്കിൽ കിടക്കുന്നതോ ഞാൻ കണ്ടില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട്
കിടക്കുകയാണ്. നമ്മളീ പറയുന്ന പോലെ ലൈറ്റ് സെറ്റിങ്ങിൻ്റെ ഇതിൽ അവിടെ കാണുന്ന ഭംഗി പോലെ തന്നെ ആയിരുന്നു ആ തറയും കേട്ടോ. നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ആ ഒരു വൃത്തി അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇവിടെ കുളമായാലും എല്ലാം നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. എനിക്ക് ഒരുപാട് അവിടെ ആ ഗോൾഡൻ ടെമ്പിൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ കുളത്തിൻ്റെ നടുക്ക് കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ കേട്ടോ. അപ്പം നമുക്ക് ഇതിന് 4 വശമുള്ളത് നമുക്ക് വീഡിയോയിൽ പകർത്താം. നമുക്ക് ആ ടെമ്പിളിനകത്തോട്ട് വീഡിയോ എടുക്കാനുള്ള അനുവാദം ഇല്ല കേട്ടോ. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മിക്കുള്ളവരും എന്താ പറയുന്നത് പാത്തൊക്കെ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. പക്ഷെ ഞാനത് ചെയ്തില്ല. ഞാനപ്പോൾ പുറത്തെ കാഴ്ചകൾ മാത്രമേ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. ഞാൻ അകത്തോട്ട് കയറി ഞാൻ പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയില്ല കേട്ടോ. അപ്പം എന്താണ് ഇതുപോലെ ഇങ്ങനെ ചാക്ക് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. തണുപ്പായതുകൊണ്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നടന്ന് അകത്തോട്ട് കയറാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പം ഈ ടെമ്പിളിൻ്റെ അവിടെ തൊഴുതുകൊണ്ട് നിന്ന് വേണം ഫോട്ടോസ് എടുക്കാൻ കേട്ടോ. അവിടെ അത് പറയുന്നുണ്ടായിരുന്നു. നമ്മളല്ലാതൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കരുത്, തൊഴുതുകൊണ്ട് വേണം ഫോട്ടോസ് എടുക്കാൻ. കാരണം നമുക്കറിയില്ലായിരുന്നു. നമ്മൾ അല്ലാതെ നിന്ന് ഫോട്ടോസ് എടുത്തപ്പോൾ അവിടെ പറഞ്ഞു കേട്ടോ, തൊഴുത്ത് നിന്ന് വേണം ഫോട്ടോസ് എടുക്കാൻ എന്നവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നമുക്ക് ചൂടുവെള്ളം തണുപ്പുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ചൂടുവെള്ളം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ചൂടുവെള്ളം കുടിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. കാരണം ഈവനിങ് അല്ലേ, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അകത്ത് തൊഴുത് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ടെമ്പിളിനകത്ത് വീഡിയോസ് എടുക്കരുതെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അകത്ത് വീഡിയോസ് എടുത്തില്ല. പിന്നെ നമ്മൾ അകത്ത് ടെമ്പിളിനകത്ത് കയറി തൊഴുത് നമ്മൾ പുറത്തിറങ്ങി. എന്നിട്ട് നമ്മൾ കണ്ടോ പുറത്തു നിന്നുള്ള കാഴ്ച കണ്ടില്ലേ, നല്ല ലൈറ്റ് സെറ്റിങ്ങിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ചെരുപ്പെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ചെരുപ്പെടുത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അല്ലേ. കാരണം ഈ ലൈറ്റ് സെറ്റിങ് സമയത്ത് അത് കാണാനാണ് ആൾക്കാർ അവിടെ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അന്നേരം ചെരുപ്പുമൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചെരുപ്പൊക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പം വീഡിയോസ് എല്ലാവരും കണ്ട അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.